ഹായ് ഹലോ എല്ലാവർക്കും 67ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. മോർണിംഗ് ടാസ്കിൽ അനീഷിൻ്റെ സ്ഥിരം സ്ട്രാറ്റജിയായ രാവിലത്തെ ചൊറി പ്രയോഗം സാബുമോനോട് നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ടാസ്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല അനീഷ് ചോദിച്ചത്. അപ്പം സാബുമോൻ ആ ചോദ്യത്തെ അവിടെ തടയുന്നുണ്ട്. ബസർ അടിച്ചതിന് ശേഷം അനീഷിനോട് പറയുന്നുണ്ട് അനീഷിൻ്റെ റേസിസ്റ്റ് സ്വഭാവം ഇവിടെ നിർത്തുക എന്ന്, സാധാരണക്കാരെന്ന ലേബലും ആക്ടേഴ്സ് എന്ന ലേബലും മാറ്റി വെക്കണമെന്ന് അവിടെ സാബുമോൻ പറയുന്നുണ്ട്. എനിക്ക് അനീഷിനോട് പറയാനുള്ളത്, ആദ്യത്തെ 2 ആഴ്ച താങ്കൾ ഒരു സാധാരണക്കാരാണ്, പിന്നെ ഒരു 50 ദിവസം നിന്നു. അതിന് മുന്നേ ആക്ടേഴ്സ് ആയിട്ടുള്ളവർ പോയി, സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ടുള്ളവർ പോയി, അവരൊക്കെ പോയി. അപ്പം ഇപ്പോഴും അനീഷ് ഒരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഈക്വലാണ്. ഈ ഫാമിലി റൗണ്ട് വന്നതിന് ശേഷം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അനീഷിനെയാണ് കാണാൻ സാധിച്ചത്. അത് സാബുമോൻ കള്ളിയോടെ വെളിച്ചത്താക്കുന്നതുമുണ്ട്. അതൊരു തവണയല്ല, 2 പ്രാവശ്യം കള്ളി വെളിച്ചത്താക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പോകെ പോകെ പറയാം. അടുത്തതായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ഡ്രസ്സ് മാറുന്ന അവിടെ റൂമിൽ ഒരാൾ അറ്റ് എ ടൈം പാടുള്ളൂ. അത് മെയിനായിട്ട് ആദില, നൂറ, അനിമോളെ കുറിച്ചാണ്. കാര്യം ഇവരാണ് ഏത് സമയവും മൈക്ക് മാറ്റി ആ റൂമിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത്. സോ അത് നല്ലൊരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. അത് അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് ബിഗ് ബോസ് തീർത്ത് കൊടുത്തതിൽ വളരെയധികം സന്തോഷം. പിന്നെ സാബുമോന് കിട്ടിയ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് റോസ്റ്റിംഗ് ടാസ്ക് ആണ്. അവിടെയുള്ള 11 കണ്ടസ്റ്റൻസിനെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സാബുമോൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരെയും റോസ്റ്റ് ചെയ്തില്ല. പക്ഷേ സാബുമോന് പറയാനുള്ള കാര്യം ഓരോരുത്തരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആവണം എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ റോസ്റ്റിങ്ങിന് പകരം സാബുമോൻ സംസാരിച്ചത്. പക്ഷേ സാബുമോന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഓവറായി എന്ന് എനിക്ക് തോന്നിയത് അനീഷാണ്. നിങ്ങൾ സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ സാധാരണമായി സംസാരിക്കുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊട്ടുന്നതാണ് സാബുമോൻ അനീഷിനെ ചെയ്തത്. അതിനുശേഷം ഒരു ഡെയിലി ടാസ്ക് ഉണ്ടായിരുന്നു, തിരക്കഥ എഴുതി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക്. അത് വൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ പൊടിപൂരം എന്നൊരു ഡെയിലി ടാസ്ക് രാത്രിയായപ്പോൾ കൊടുക്കുകയായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. നെവിൻ്റെ ടീമാണ് ജയിച്ചത്. നെവിൻ്റെ ടീം നല്ല രീതിയിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അനിമോളുടെ അക്ബറിൻ്റെ ടീം അത് ഫണ്ണാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. ഇന്നൊരു വൈകുന്നേരം ആയപ്പോഴേക്കും സാബുമോൻ പോവുകയും ചെയ്തു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അഴഞ്ഞൊരു ദിവസമാണ് ഇന്നലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ.